How to protect your brand name and logo legally. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മലയാളം വീഡിയോ. ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സെറ്റാക്കേണ്ട ഒരു കാര്യമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്താൽ ആ ബ്രാൻഡിൻ്റെ ലോഗോവും നെയിമും സേഫായിരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിനാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങി അപ്പം നമ്മൾ ഒരു ബ്രാൻഡ് നെയിമും ലോഗോ എല്ലാം അത്രയും ചിലപ്പം നമ്മളത്രയും ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യുണീക്ക് ആയിരിക്കും. നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ ബ്രാൻഡ് നെയിം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, അതുപോലെ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് നെയിമും ലോഗോ എല്ലാം ആർക്ക് വേണമെങ്കിലും കോപ്പി അടിക്കാം, ആർക്ക് വേണമെങ്കിലും അത് പകർത്താം. അപ്പോൾ ഓരോതായ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമുക്ക് അതെന്താക്കുന്നു, ലീഗലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തില്ല, നമ്മളെന്താക്കി ഒരു നെയിമും ലോഗോ എല്ലാം കണ്ടെത്തി. അപ്പോൾ നമ്മളിങ്ങനെ ബ്രാൻഡ് കുറച്ചുകൂടി ഇങ്ങനെ വളരുമ്പോൾ ഇതാക്കുവാനാവും, ആർക്കും വേണമെങ്കിലും കോപ്പി അടിക്കാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആരും ഇങ്ങനെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പം നമ്മളതാന്ന് പറയാനായിട്ടൊന്നുമില്ല, ഒരു രേഖയില്ല, ഒരു പ്രൂഫും ഇല്ല. അപ്പം നമ്മളതാന്ന് പറയണമെങ്കിൽ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തൊക്കെ ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ലീഗലി ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റും, നമുക്ക് കേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടു, ഇപ്പം മിൽമാൻ്റെ തന്നെ വേറൊരു ബ്രാൻഡ് മിൽന എന്ന് പറയുന്നത്, ഇപ്പം എമ്മിൽ ഡബിൾ എന്നെ വന്നത്. അപ്പം മിൽന എന്ന് പറഞ്ഞ് അടിച്ചിട്ട് അപ്പോൾ 1 കോടി റുപ്യ ഫൈൻ വന്നേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ. അപ്പോൾ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം നോക്കണം, ഏത് ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബേക്കറി ജ്യൂസ് ബിസിനസ് ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ക്ലാസ് ഉണ്ടാവും. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഏത് ക്ലാസ് ആണെന്നും എങ്ങനെയാണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രാൻഡിൻ്റെ ഒരു അസറ്റാന്ന് പറയാം. അപ്പം ബിസിനസ്സിലൊരു അസറ്റാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു ബ്രാൻഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കെന്ത് കസ്റ്റമറോടുള്ള വിശ്വാസം നിലനിർത്താൻ പറ്റും. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ കമ്പനി ലോഗോ, പിന്നെ നെയിം, ഇത് മാത്രം മതി. ഫീസ് വരുന്നത് 4500 മുതൽ 9000 രൂപ വരെയാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് വരുന്നത്. ഇത് നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായിട്ടല്ല, നമുക്കിതൊരു ഏജൻസിയെ കണ്ട് ഏജൻസി വഴി ചെയ്യാൻ പറ്റും. നമ്മളൊരു പേര് കണ്ടുപിടിച്ച് അപ്പം ആ പേരിൽ വേറെ ഏതെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യുമോ അറിയാൻ വേണ്ടി ക്വിക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ക്വിക്ക് കമ്പനി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും. നമ്മളെ പേര് നമ്മൾ അവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ വേറെ ഏതെങ്കിലും കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്നോ, വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോയെന്നോ നമുക്ക് എന്താക്കാനോ അവിടെ തിരിയും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പേര് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേറെ പേര് ഉണ്ടാക്കാനും പറ്റും. അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കുക, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഇത് പറഞ്ഞാൽ, അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഗലി ചെയ്യുമ്പോൾ ഏതാണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഏതാണ്ട് 6 മുതൽ 18 മാസം വരെ എടുക്കും. അപ്പം കുറച്ചുകൂടി നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് എന്താക്കുക, ഒരു ഏജൻസി വഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താക്കാം, TM എന്ന് പറയുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ പേരിനുള്ളിൽ. അപ്പോൾ ട്രേഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല ഈ റൗണ്ട് ഷേപ്പിൽ 6 വരുന്നത്, അതും ചെയ്യാൻ പറ്റും. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. പേര് കണ്ടുപിടിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്താക്കി കളയാം, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്താൽ. അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മളെ ബ്രാൻഡ് നെയിം ആരെങ്കിലും കോപ്പി അടിക്കുന്നവരെ കാത്തിരുന്നാൽ നമുക്ക് ആ പേര് നഷ്ടപ്പെടും. അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. ബിസിനസ്സിൻ്റെ പേര് ജൂസിപ്പ് എന്നാണ് വരുന്നത്. ലോഗോ ഞാൻ എന്താക്കാം ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ജൂസിപ്പിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ സുരക്ഷിതവും സുഖകരവുമാക്കാൻ ഞാൻ ഒരുപാട് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയെ തിരഞ്ഞെടുത്തു. ഒരുപാട് ഏജൻസീസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുക, നമുക്ക് ഏതാണ് കുറച്ചുകൂടി വേർത്തായി തോന്നുന്നത് നോക്കിയിട്ട്
അതിൽ നിന്ന് സെലക്ട് ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ സെലക്ട് ചെയ്ത ഏജൻസിൻ്റെ പേര് കാർഷ് കോർപ്പറേറ്റ് സർവീസ് എന്ന് പറയുന്ന ഏജൻസിയാണ്. ഇതിൻ്റെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരം കയക്കുറ്റത്താണ്. ഇവർക്ക് 7 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് കറക്റ്റ് താഴെ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ബ്രാൻഡ് നെയിം, ലോഗോ എന്താ പറയുക 600 പിക്സലിൻ്റെ മുകളിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള, പിന്നെ JPG അല്ലെങ്കിൽ PDF ഫയലായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ പ്രൊഡക്റ്റ് കാറ്റഗറി. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് 32-ലാണ്. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏജൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓല എന്താക്കി തരും, ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഏതാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മളെ പ്രൈമറി കാറ്റഗറി ആയിട്ട് ക്ലാസ് 32 ആണ് വരുന്നത്. ബിസിനസ് തുടങ്ങുന്ന ഞങ്ങൾക്കും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു ഏജൻസി ഏൽപ്പികളായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇവരെ പെർമിഷൻ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ.